ഹായ്, ഇന്നത്തെ വീഡിയോ എൻ്റെ എക്സ്ട്രീം ലെവൽ മുടി കൊഴിച്ചൽ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയ ഒരു ഹെയർ സിറത്തിനെ പറ്റി പറയാനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിൽക്രീം. അപ്പോൾ ഞാൻ ഇത് വാങ്ങി. എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. മുടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇതിങ്ങനെ വരും. ഇങ്ങനെ വരും. പിന്നെ നിലത്ത് അങ്ങനെ മൊത്തത്തിൽ മുടി കൊഴിച്ചിലായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സമയത്താണ് ഈ ഒരു സാധനം ഞാൻ വാങ്ങുന്നത്. കണ്ണടച്ച് വാങ്ങി. ഞാൻ റിവ്യൂസൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിയ സാധനമാണ്. പിന്നെ വല്ല പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ ഭയങ്കര ഭയങ്കര വ്യത്യാസം ഉണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും ഇങ്ങനെ വൈറൽ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ വർക്കാവാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഹെയർ സീറമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കലണ്ടറിൽ മാർക്ക് ചെയ്യും. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ്, അങ്ങനത്തെ ഒരു 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 പ്രത്യേകതരം ഒരു ഇത് എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 15 ദിവസമൊക്കെ ശേഷം മെല്ലെ മെല്ലെ എനിക്ക് മുടി കൊഴിച്ചലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കതല്ലേ വേണ്ടത്, മുടി കൊഴിച്ചൽ കുറയണമല്ലോ. എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉണ്ട പോലെ വരും. മുടി ഇങ്ങനെ കൊഴിഞ്ഞിങ്ങനെ വരും. മുടി ചീകുമ്പോൾ ആയാലും വെറുതെ ഇങ്ങനെ ഇടുമ്പം തന്നെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന മുടിയാണ്. അപ്പോൾ ഉണ്ടല്ലോ, അപ്പം മുടി കൊഴിച്ചൽ കുറഞ്ഞു, അതായത് നമ്മളെ കയ്യിൽ ഒത്തിരി മുടി ഉണ്ടാവും. പക്ഷേ ഇതിപ്പം ഒരു 15 ദിവസമൊക്കെ ശേഷം ഇത് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന മുടിയുടെ അത്രയായി. ഒരു 30 മുടി അങ്ങനെയൊക്കെ ആയി. നമുക്കിങ്ങനെ എണ്ണാം. എണ്ണിയാൽ പെട്ടെന്ന് തീരുന്ന അത്രയും ക്വാണ്ടിറ്റി. പെട്ടെന്ന് ഇങ്ങനെ എണ്ണിയിട്ട് ഒരു 30 മുടി, ഒരു 25 മുടി. മറ്റേത് ഇങ്ങനെയൊന്നും ഒരുപാടുണ്ടാവും. എണ്ണിയാൽ തീരാത്തത്ര അങ്ങനെ ഒരു 100, 200 മുടിയിൽ കൂടുതലുണ്ടാവും. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനിതിൽ ഭയങ്കര സ്റ്റിക്ക് ചെയ്ത് നിന്നു. ഇത് ബോട്ടിൽ കഴിയാറാകുമ്പോൾ സെക്കൻഡ് ബോട്ടിൽ ഓർഡർ ചെയ്തു. അങ്ങനെ സെക്കൻഡ് ബോട്ടിൽ, തേർഡ് ബോട്ടിലും യൂസ് ചെയ്തു. ഇതെല്ലാം കാലി ബോട്ടിലാണ് കേട്ടോ. ഞാൻ നിലവിൽ ഈ സീറോ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 3 ബോട്ടിൽ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു. പുതിയ മുടി വളരുന്ന ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 28 ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റുന്നു. പക്ഷേ അതൊന്നും എനിക്ക് കാണാനൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ മുടി കൊഴിച്ചിൽ കുറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതല്ലേ, പുതിയ മുടി വളർന്നില്ലെങ്കിലും വേണ്ട, ഉള്ള മുടി കൊഴിയാതിരിക്കുക. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 3 ബോട്ടിൽ ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ പൈസ കളഞ്ഞിട്ട് ഓർഡർ ചെയ്യില്ലല്ലോ. ഇതിന് 400, 500 റേഞ്ചൊക്കെയാണ് കാണിക്കാറ്. പക്ഷെ എപ്പോഴും ഓഫർ ടൈമിൽ ഫ്ലിപ്കാർട്ടിൽ 357 ആ റേഞ്ചിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ 3 ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് മുടി കൊഴിച്ചൽ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3ാമത്തെ ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 4ാമത്തെ ബോട്ടിൽ ഓർഡർ ചെയ്യണം എന്നെല്ലാം വിചാരിച്ച്. പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും അങ്ങനെയെല്ലാം ആയി, എന്തൊക്കെയോ ബിസിയൊക്കെ ആയിപ്പോയി, വിട്ടുപോയി സംഭവം ഓർഡർ ചെയ്യാൻ. പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാൻ വിട്ടുപോയി. പക്ഷെ എന്നിട്ട് എൻ്റെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ പിന്നെ വന്നിട്ടില്ല. വന്നാലേ നമുക്ക് പിന്നെ ഓർമ്മ വരും, മുടി കൊഴിച്ചിൽ വന്നല്ലോ, എന്നാൽ ഒന്നും കൂടെ ഓർഡർ ചെയ്യാമെന്ന്. ആ സംഭവം എനിക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ആ തിരക്കിലിടക്ക് എന്തൊക്കെയോ കാര്യങ്ങളും ഇതെല്ലാമായിട്ട് തിരക്കിലിടക്ക് ഞാനത് മറന്നും പോയി. മുടി കൊഴിയുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ സെറ്റ്. ഇനി എന്തെങ്കിലും മുടി കൊഴിച്ചിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം എൻ്റെ മനസ്സിൽ വരുന്ന സാധനം ഇതാ, വേറൊന്നും ഞാൻ ട്രൈ ചെയ്യില്ല. ഓൺലൈനിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ ഓഫർ ടൈമിലൊക്കെ കിട്ടുന്നതാണ്. പിന്നെ 30 ml ബോട്ടിലാണ്. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, കുറേ നാളെത്തും. ഇതിങ്ങനെ ജസ്റ്റ് ഒന്നുമില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞതാണ്. ഇതിങ്ങനെ വാട്ടർ കൺസിസ്റ്റൻസി ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കുക. ഞാൻ കൂടുതൽ ഈ ഒരു ഏരിയയിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യൽ, ഈ ഫ്രണ്ട് ഏരിയയിൽ നെറ്റി കീറൽ ഒക്കെ വരാണ്ടിരിക്കാനൊക്കെ. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ പുറകിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യും. പിന്നെ പറയാനുള്ളത്, 28 ദിവസത്തിനുള്ളിൽ പുതിയ ഹെയർ ഗ്രോത്ത് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 28 ദിവസത്തിനുള്ളിലൊന്നും എനിക്ക് പുതിയ ഹെയർ ഗ്രോത്ത് ഒന്നും കണ്ടിട്ടില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. പുതിയ മുടി വളരുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. അത് ഞാൻ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഭയങ്കര മുടി കൊഴിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് എന്തായാലും യൂസ് ചെയ്തോ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരുടെയും മുടിയും നമ്മുടെ സ്കാൽപ്പും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. ചിലപ്പോൾ എല്ലാവർക്കും വർക്കാണെന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിക്കോ ഒരു ബോട്ടിലൊക്കെ വാങ്ങിയിട്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സെറ്റ്. ഇനി അത് ഓക്കെ അല്ല എന്നാണെങ്കിൽ നിർത്തിയാൽ മതി. അതിലിടക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിയാൽ മതി, സെറ്റ്. അപ്പോൾ ഓക്കെ, ബൈ.